രാകേഷ് കെ ആണോ? അതെ, ബോച്ചയാണ്. നമസ്കാരം. നമസ്കാരം. മനസ്സിലായോ? പിന്നെ അല്ലാണ്ട് മനസ്സിലാവാണ്ട് സ്റ്റാർ ആയിട്ട് നിക്കല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മളെന്നും ഇങ്ങനെയൊക്കെ തന്നെ. ആ എവിടെയാ സ്ഥലം? മനക്കൊടിയാണ്, മനക്കൊടി. മനക്കൊടി അല്ലേ? ആ ആ. അന്തിക്കാട് റൂട്ടാണ്. അന്തിക്കാട് അത് നമുക്ക് ആ നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ കള്ളു കുടിക്കാൻ പോണ നല്ല ചെത്തുകള്ള് കിട്ടുന്ന സ്ഥലം അന്തിക്കാട് ഫേമസ് അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനോഹരാണ്. പോണ വഴിയും അവിടെ എത്തിക്കഴിഞ്ഞാലും മനോഹരാണ് അന്തിക്കാട്. അതെ അതെ, മനസ്സിലായി മനസ്സിലായി. അപ്പോ കെ രാകേഷ് ലക്ഷാധിപതി ആയിരിക്കുകയാണ്. 10 ലക്ഷം അടിച്ചിട്ട് ബോച്ചേട്ടി ലക്കി ഡ്രോ ടീയിലൂടെ. അയ്യോ, പ്രതീക്ഷിക്കില്ലേ? പ്രതീക്ഷിച്ചില്ല. എവിടെയാണിപ്പോ? അന്തിക്കാടാണോ? മനക്കൊടി അയ്യപ്പങ്കാവ് ക്ഷേത്രം. ഞാൻ പഞ്ചായത്ത് മെമ്പർ, അരിമ്പൂർ പഞ്ചായത്ത് മെമ്പർ. ആ ശരി. ക്ഷേത്ര വളപ്പിലാണോ? ആ ക്ഷേത്ര വളപ്പിലല്ല, അവിടെ പുള്ളിലേക്ക് പോണ സമയത്ത് അവിടെ നിൽക്കണം. ആ, നല്ലൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നല്ല വാർത്ത വരുന്നത്. അമ്പലത്തിലേക്ക് പോകുമ്പോ. എന്താ ചെയ്യണേ പഞ്ചായത്ത് മെമ്പർ? വേറെ എന്തെങ്കിലും ജോലി, ബിസിനസ്? കേരള ബാങ്കിന്റെ കളക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാം. ആ ഹാ ഹാ, അത് ശരി. ഓക്കെ ഓക്കെ. ആ ഹാ. എത്ര വർഷമായി ജോലിയില്? 2009 കയറിയിട്ടുള്ളതാണ്. ഇപ്പൊ ഒന്നും സ്ഥിരമായിട്ടില്ല, താൽക്കാലികമായിട്ട്. ആ, പക്ഷെ ബോച്ചേട്ടി സ്ഥിരമാക്കിക്കോളൂ. ഓക്കെ. എത്ര പാക്കറ്റ് വാങ്ങി? എത്ര ദിവസം വാങ്ങി? 2 പാക്കറ്റാണ് മേടിച്ചത്. ആ, ഓൺലൈനിലാണോ? പിന്നെ വൈഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. ആ, അപ്പൊ വൈഫിന് ഭാഗ്യം കടാക്ഷിച്ചിട്ടില്ല. രാകേഷിനാണ് സമയായത്. എങ്ങനെ ഫിജി കാർട്ട് വഴിയാണോ അതോ ബോച്ചേട്ടി ഓൺലൈനാണോ വാങ്ങിയത്? ഓൺലൈനാണ്. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മയുണ്ട്, ഭാര്യ, 2 കുട്ടികള്. ആ, ഭാര്യ എന്ത് ചെയ്യുന്ന? ഭാര്യ പഞ്ചായത്തില് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. എല്ലാവരും പഞ്ചായത്തിലാണ്. ഓക്കെ, പഞ്ചായത്ത് ജീവിതമാണ് രണ്ടുപേരും നയിക്കുന്നത്. മക്കള് എന്ത് ചെയ്യുന്നു? മക്കള് ഒരാള് 7ാം ക്ലാസ്സില്, പെൺകുട്ടി, നക്ഷത്ര. ഒരാള് നവനീത് 3ല്. നക്ഷത്രയോട് ബോച്ചേട്ടി വാങ്ങാൻ പറയൂ, നക്ഷത്രം തെളിയും. പറയാം. അപ്പോ ഞാൻ അറിയിക്കാം എന്നാണ് ചെക്ക് വാങ്ങാൻ വരണ്ടേന്നുള്ളത്. 1-2 ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുക. അപ്പോ വിളിക്കാം. എന്താ ചെയ്യാൻ പോണേ ഈ 10 ലക്ഷം രൂപ? കുറച്ച് ബാധ്യതകളുണ്ട്, അതൊന്ന് തീർക്കണം. ഈ അടിക്കുന്നവരും ഒക്കെ ഞാൻ വിളിച്ച എല്ലാവരും 99% ആൾക്കാരും ബാധ്യതയുള്ളവരാൾക്കാണ് ഈ ഭാഗ്യം അടിക്കുന്നത്. കറക്റ്റ് ആൾക്കാർക്ക് അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. അല്ലാതെ ഈ കോടീശ്വരന്മാർക്ക് അടിച്ചിട്ട് എന്ത് കാര്യം? ഒരു വിലയുണ്ടാവില്ല. ബാങ്കിന്റെ കളക്ഷൻ ഇത്രയൊക്കെ എടുത്തിട്ടും ബാധ്യത എന്താണ്? കളക്ഷൻ ഇല്ലപ്പോ, അത് കുറവാ, കമ്മീഷനാണല്ലോ. എന്നാ ബോച്ചേട്ടി ലക്കി ഡ്രോന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തോ. എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം മാസം ഉണ്ടാക്കാം. നോക്കാം. ആ ഏരിയയില് എന്താണ് കുറെ പേരുണ്ട്. 10-9,000 കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓരോ ഏരിയ തിരിച്ച് പഞ്ചായത്ത് മെമ്പറൊക്കെ ആണല്ലോ. അപ്പോ ഒക്കെ ആയിട്ട് സമ്പർക്കമുള്ള ആളല്ലേ. നമുക്ക് നോക്കാം. അയച്ചിട്ടോളൂ ആ നമ്പറില്. അടിയിലൊരു നമ്പർ ഞാൻ കൊടുക്കാം. അതിലൊന്ന് പേര് രജിസ്റ്റർ ചെയ്തിട്ടോ. വേണമെങ്കിൽ ആ സമയത്ത് നോക്കാലോ. അപ്പോ ബോച്ചേട്ടി മറക്കാതെ കുടിക്കൂ. അഭിപ്രായം പറയൂ. ലക്ഷപ്രഭു ആയി. ഇനി കോടീശ്വരനാവും. 25 കോടിയുടെ ദിവസേന 10:30-ക്കാണ് നറുക്കെടുപ്പ്. പിന്നെ ചായപ്പൊടി കിട്ടാൻ ഇപ്പൊ ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോ ഇത്തിരി വൈകിയാലും കിട്ടും. കാരണം ഭയങ്കര നമ്മൾ വിചാരിച്ചതിന്റെ എത്രയോ മടങ്ങ് സെയില് വന്നുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി മതിയാവുന്നില്ല എത്ര ഉണ്ടാക്കിയിട്ടും. അപ്പോ അതിനനുസരിച്ച് വൈകിയാലും കിട്ടും, പേടിക്കേണ്ട.
എല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെ, പലരും ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ താമസിക്കണേന്നൊക്കെ. ശരി, അപ്പൊ ആ ചികിത്സയുടെ ഭാഗമായിട്ട് ഓടി നടന്നതിന് നല്ല കൺഗ്രാചുലേഷൻ. അന്ന് തകർത്തില്ലേ ചികിത്സ? അല്ല, മറ്റേ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷ. ജീവൻ രക്ഷ. അതെ, നമ്മള് മലയാളികൾക്ക് ഒരു സാധനം വരുമ്പോ മലയാളികളായിട്ട് നമ്മൾ ഇറങ്ങണ്ടേ? അല്ലെ നമ്മളൊക്കെ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, കൊലയാളിയാവില്ലേ? നമ്മുടെ മലയാളികൾക്ക് വരുമ്പോ ഒരു വികാരം നമുക്ക് ഉണ്ടാവണം. അത് എനിക്കുണ്ടായ വികാരം ഒരുപാട് പേർക്ക് ഉണ്ടായി. അങ്ങനെ മലയാളികളുടെ ആ ഒരു വികാരം വലിയൊരു വികാരമായതുകൊണ്ട് ഈസി ആയിട്ട് 34 കോടി രൂപ പിരിഞ്ഞു കിട്ടി. മലയാളികൾ ആ വികാരം കാണിച്ചു. ആ ഒരു ചങ്കുറ്റം കട്ടയ്ക്ക് നിന്നു. അതാണ് മലയാളി. മാതൃകയാണ്, ലോകത്തിന് മാതൃകയായി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് സഹകരിച്ചു. അവരോടൊക്കെ നന്ദി പറയാണ് ഈ അവസ്ഥയിലും. അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഇറങ്ങണമല്ലോ ഒരാവശ്യങ്ങൾ വരുമ്പോൾ. നമ്മുടെ ഒരു സഹോദരനെ കൊല്ലാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ മുമ്പിൽ കണ്ടില്ലെങ്കിൽ പോട്ടെ, കണ്ടിട്ട് നമ്മളൊരു നിരപരാധീനെ കഴുത്തിറക്കാൻ, അതും വേറൊരു രാജ്യത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ചില പൈസയ്ക്ക് അപ്പുറം ഒരു വികാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെ. അത് അല്ലെ പിന്നെ എന്തിനാ അതിനെ ജീവിച്ചിട്ട് കാര്യം? പൈസ മാത്രമല്ലല്ലോ. ഇടയ്ക്ക് നമ്മള് മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ റോഡിലിറങ്ങും. ചില നേരത്ത് നമ്മള് എല്ലാവരും 34 കോടി ഹീറോസ് ഉണ്ടായി. 34 കോടി ഹീറോസ്. ഞാനൊരു ഹീറോ ആയി. അതുപോലെ 34 കോടി ഹീറോ ഉണ്ടായി. മലയാളികളുടെ അഭിമാനമാണ്. നമ്മള് കാണിച്ചു കൊടുക്കണം. ചില സന്ദർഭങ്ങളിൽ ഇറങ്ങണം, കാണിച്ചു കൊടുക്കണം. അതാണ്. ഞങ്ങളും ഇങ്ങനെ പല സമയത്തും ഇങ്ങനെ ഓരോ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ നാട്ടിലൊക്കെ ഇറങ്ങി പോകാറുള്ളതാണ്. അതെ അതെ, നിങ്ങളെ പോലെയുള്ളവര് ഇങ്ങനെ മാതൃകയാവുമ്പോ ഓരോ പഞ്ചായത്തിലും അങ്ങനെ വരുമ്പോ നമ്മുടെ കേരളം ഭയങ്കര ലെവലിലേക്ക് മാറും. അതാണ്. എനിവേ കാണാം നമുക്ക് കേട്ടോ. So conquer the world with love. Love you everybody. You're on both sides. Bye. ചായ കുടിക്കൂ, കോടീശ്വരനാകൂ.